ഏവർക്കും കീം എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 കീം എൻട്രൻസ് എക്സാമിനേഷന് കോണിക് സെക്ഷൻ, പ്രോബബിലിറ്റി എന്നീ ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാൽക്കുലസ്, ട്രിഗണോമെട്രി, അതുപോലെ കോംപ്ലക്സ് നമ്പേഴ്സ് തുടങ്ങിയ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കണ്ട് മനസ്സിലാക്കുക. തീർച്ചയായും 2024 ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കുക. അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഈ വർഷവും നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം +1, +2 സിലബസിൽ, കീം സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ഭംഗിയായി പഠിക്കുക. ആ രണ്ട് കാര്യങ്ങളും 2 പ്ലേലിസ്റ്റിലായി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. എൻട്രൻസ് എക്സാമിനേഷൻ സഹായകരമായ ഷോർട്ട് കട്ടുകൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ പ്ലേലിസ്റ്റ് കണ്ടാൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ നിങ്ങൾക്ക് സഹായകരമാകും. ആ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ 2024 പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നും കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബബിലിറ്റിയിൽ നിന്ന് 3 to 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കോണിക് സെക്ഷനിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ഈ 2 ചാപ്റ്ററിൽ നിന്നും 11 ക്വസ്റ്റ്യൻ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. എന്നാൽ കോണിക് സെക്ഷനിൽ NCERT ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത 4 or 5 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സമീപകാലത്ത് അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ കാണുക. എലിപ്സിന്റെ ജനറൽ ഇക്വേഷൻ, ഹൈപ്പർബോളയുടെ ജനറൽ ഇക്വേഷൻ, പരാബോളയുടെ ജനറൽ ഇക്വേഷൻ തന്നിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് കാണുന്നതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. അതുകൂടെ കണ്ട് മനസ്സിലാക്കിയാൽ കോണിക് സെക്ഷനിലെ 7 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ നമ്പർ 98. An assignment of probabilities for outcomes of the sample space S equal to 1, 2, 3, 4, 5, 6 given by 1 corresponding ആയിട്ടുള്ള probability k, 2 and probability 3k ഇങ്ങനെ തന്നിട്ടുണ്ട്. If this assignment is valid, then the value of k എന്തായിരിക്കും? ഇത് പ്രോബബിലിറ്റി ആണ്. സം ഓഫ് പ്രോബബിലിറ്റി എന്തായിരിക്കണം? 1. ടോട്ടൽ പ്രോബബിലിറ്റി 1. പ്രോബബിലിറ്റി ഓഫ് എസ് ഈക്വൽ ടു 1 എന്ന് പഠിച്ചിട്ടില്ലേ? അതായത് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് ഈക്വൽ ടു 1. അതായത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4k, 9k, 16k, 25k, 36k ഈക്വൽ ടു 1. അപ്പൊ k ഈക്വൽ ടു 1/36 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. ലെസ് ദാൻ 30 സെക്കൻഡ്സിൽ ആൻസറിലേക്ക് എത്താം. നെക്സ്റ്റ് വൺ, മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത്തരത്തിലുള്ള വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനും നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ ചോദിക്കും. വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ചോദിക്കും. ഓക്കെ, 3 coins are tossed simultaneously, then the probability that exactly 2 tail appear. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാം. പ്രോബബിലിറ്റി കാണുന്ന ഫോർമുല, സാമ്പിൾ സ്പേസിലെ എലമെന്റ്സിന്റെ എണ്ണം ഡിനോമിനേറ്റർ എഴുതുക. 3 coins tossed എന്ന് പറഞ്ഞാൽ 8. ഇതിൽ 3 tail, 3 അല്ല, എക്സാക്ട്ലി 2 tails വരുന്നത് എത്ര എണ്ണത്തിലാണ്? 2 tail വരുന്നത് 3 എലമെന്റ്സിലാണ്. സോ 3/8 ഈസ് ദ കറക്റ്റ് ആൻസർ. എക്സാക്ട്ലി 1 tail എന്ന് ചോദിച്ചാൽ ആൻസർ എന്തായിരിക്കും? 1 tail വരുന്നതും 3 ആണ്, 3/8. എക്സാക്ട്ലി 3 tails എന്ന് ചോദിച്ചാൽ ആൻസർ എന്ത് വരും? 1/8. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കണം. നെക്സ്റ്റ് വൺ, എ ബാഗ് കണ്ടെയ്ൻസ് 10 green balls and 5 red balls. If 2 balls are selected randomly, then probability that both are green balls. Probability that നമുക്ക് 2 ബോൾ എടുക്കണം. ആദ്യത്തത് ഗ്രീൻ ബോൾ ആൻഡ് രണ്ടാമത്തതും ഗ്രീൻ ബോൾ. പ്രോബബിലിറ്റി ഓഫ് G1 ഇന്റർസെക്ഷൻ G2. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് G1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് G2 ഗിവൺ G1. എന്താണ് ഇത് കാണുന്ന ഫോർമുല? പ്രോബബിലിറ്റി ഓഫ് G1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് G2 ഗിവൺ G1. അപ്പൊ ആദ്യം പ്രോബബിലിറ്റി ഓഫ് G1 അല്ലെ, മൊത്തം 15 ബോൾ ഉണ്ട്. അതിൽ നിന്ന് ഒരു ഗ്രീൻ ബോൾ എടുക്കുക. അതാണ് ആദ്യത്തെ കേസ്. ഫസ്റ്റ് എന്താണ്? ഒരു ഗ്രീൻ ബോൾ എടുക്കണം. അതിന്റെ സാധ്യത അതാണ് P ഓഫ് G1. മൊത്തം 15 ബോൾ ഉണ്ട്. അപ്പൊ സാമ്പിൾ സ്പേസിൽ N ഓഫ് S എന്ന് പറയുന്നത് 15. അതിൽ ഒരു ഗ്രീൻ ബോൾ എടുക്കണം. മൊത്തം 10 ഗ്രീൻ ബോൾ ഉണ്ട്. അതിൽ നിന്ന് 1 എടുക്കുക. എത്ര രീതിയിൽ സാധ്യമാണ്? 10 ways. സോ 10/15 ആൻഡ് ഇൻറ്റു അടുത്ത കേസ് പറയുന്നത് ഒരു ഗ്രീൻ ബോൾ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു എങ്കിൽ വീണ്ടും ഗ്രീൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് G2 ഗിവൺ G1. ഒരു ഗ്രീൻ ബോൾ എടുത്താൽ വീണ്ടും ഗ്രീൻ ബോൾ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ഒരു ഗ്രീൻ ബോൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ബാക്കി എത്ര ബോൾ ഉണ്ട്? ടോട്ടൽ 14.
അതിൽ എത്ര ഗ്രീൻ ബോൾ ഉണ്ട്? ഒരു ഗ്രീൻ എടുത്തു കഴിഞ്ഞില്ലേ? 9. സോ 9/14. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 3/7. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി അതാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ലെറ്റ് എ ബി സി ബി 3 മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ സി എല്ലാം എന്തായിരിക്കും? നൾ സെറ്റ്. അതുപോലെ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്തായിരിക്കും? നൾ സെറ്റ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സ്ഹോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എന്തായിരിക്കും? എസ് ആയിരിക്കും. അതായത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു സാമ്പിൾ സ്പേസ് കിട്ടിയാൽ ആ ഇവന്റ്സ് എന്ത് പറയും? എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ്. ഇവിടെ ഈ 3 ഇവന്റും എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ് കൂടെയാണ്. എങ്കിൽ 2 into P of A equal to 3 into P of B equal to 4 into P of C. Then P of C, probability of C എന്തായിരിക്കും? അപ്പോൾ നമുക്കറിയാം മ്യൂച്വലി എക്സ്ക്ലൂസീവും അതുപോലെ എക്സ്ഹോസ്റ്റീവും ആയതുകൊണ്ട് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എസ്. രണ്ട് സൈഡും പ്രോബബിലിറ്റി അപ്ലൈ ചെയ്താൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എസ്. പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് എന്താണ്? 1. ലെഫ്റ്റ് സൈഡിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി കാണുന്ന ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി മൈനസ് probability of A intersection B minus probability of A intersection C minus probability of B intersection C plus probability of A intersection B intersection C. ആ ഇന്റർസെക്ഷൻ വാല്യൂസിന്റെ പ്രോബബിലിറ്റി എല്ലാം എന്തായിരിക്കും? 0. കാരണം ഇവിടെ ഇവന്റ്സ് എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ ഇത്രയും മാത്രം പിന്നെ എഴുതിയാൽ മതി. ഇനി കണ്ടീഷൻ കൊടുക്കുക. എല്ലാം പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് എയിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് സിയിലേ കാണണ്ടേ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സിയിലേക്ക് മാറ്റുക. നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് സി ഈക്വൽ ടു, അതായത് പ്രോബബിലിറ്റി ഓഫ് എയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് പ്രോബബിലിറ്റി ഓഫ് സിയിൽ എഴുതുക. അതായത് പി ഓഫ് എ ഈക്വൽ ടു ഈ 2 ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ 2 into പി ഓഫ് സി എന്ന് കിട്ടും. അപ്പോൾ പി ഓഫ് എയുടെ പ്ലേസിൽ 2 into പി ഓഫ് സി. അതുപോലെ പി ഓഫ് ബിയുടെ വാല്യൂ ഈ 3 ഇങ്ങോട്ട് എടുക്കുക. ഈ 3 ഇങ്ങോട്ട് എടുത്താൽ 4/3 പി ഓഫ് സി എന്ന് കിട്ടും. പ്ലസ് അവസാനത്തെ പി ഓഫ് സി അതുപോലെ ഈക്വൽ ടു 1. അടുത്ത ഒരു 3 കൊണ്ട് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 6 പി ഓഫ് സി, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 പി ഓഫ് സി, ഇവിടെ 3 പി ഓഫ് സി ഈക്വൽ ടു 3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 4 10 13 13 പി ഓഫ് സി ഈക്വൽ ടു 3. പ്രോബബിലിറ്റി ഓഫ് സി എന്ത് കിട്ടും? 3/13. ഫസ്റ്റ് വൺ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യനുമാണ് 2024 പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചത്. നെക്സ്റ്റ്, കോണിക് സെക്ഷൻ എന്ന ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ. Question number 112. The radius of the circle with the center at -4,0 and passing through the point 2,8 is dash. റേഡിയസ് തന്നിട്ടുണ്ട്, സർക്കിൾ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ്, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, സെന്റർ തന്നിട്ടുണ്ട് -4,0, സർക്കിളുള്ള ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. സോ റൂട്ട് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points -4 - 2 the whole square plus 0 - 8 the whole square. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √100 that is 10 എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്നാൽ അടുത്തത് നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ക്വസ്റ്റ്യൻ, NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ. The axis of a parabola is parallel to y-axis and its vertex is at 5,0. If it passes through the point 2,3, then equation of the parabola. പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ മാത്രമേ നമ്മൾ +1 പഠിച്ചിട്ടുള്ളൂ. y² = 4ax, x² = 4ay, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ. അവിടെയൊക്കെ വെർട്ടെക്സ് എന്താണ്? 0 0. ഇവിടെ വെർട്ടെക്സ് എന്തല്ല? 0 0 അല്ല. അപ്പൊ ഇവിടെ പരാബോള എന്ന് പറയുന്നത് പാരലൽ ടു ദ ആക്സിസ് ഓഫ് എ പരാബോള, പാരലൽ ടു y ആക്സിസ്. പാരലൽ ടു y ആക്സിസ് ആണെങ്കിൽ പരാബോളയുടെ ഇക്വേഷൻ ഒന്നുകിൽ x² = 4ay ആയിരിക്കും, അല്ലെങ്കിൽ x² = -4ay. ഇവിടെ ഒരു പോയിന്റ് 2,3, അത് ഫസ്റ്റ് ക്വാർട്ടറിലാണ് വരുന്നത്. അപ്പോൾ യു ഷേപ്പ് ആയിരിക്കും. അപ്പോൾ പരാബോളയുടെ ഷേപ്പ് യു ഷേപ്പ് ആയതുകൊണ്ട് ഇക്വേഷൻ എങ്ങനെ വരണം? x² = 4ay. ഇവിടെ ഈ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം? സ്മോൾ ലെറ്റർ x - 5. കാരണം വെർട്ടെക്സ് 0 0 എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ ക്യാപിറ്റൽ എക്സ് = നമുക്ക് എന്ത് കൊടുക്കാം? x - 5 എന്ന് കൊടുക്കാം. അതുപോലെ ക്യാപിറ്റൽ y എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ y എന്ന് തന്നെ കൊടുക്കാം, കാരണം 0 തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം: x - 5 the whole square = 4ay എന്ന് എഴുതാം. ഇനി ഈ 2,3 ഈ പരാബോളയിലുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യും. എക്സിന് ഇവിടെ 2 എന്ന് കൊടുക്കുക, വൈക്ക് 3 എന്ന് കൊടുക്കുക. 2 - 5 -3 യുടെ സ്ക്വയർ 9 = ഇവിടെ 12a എന്ന് കിട്ടും.
എന്ത് കിട്ടും? ഇതിൽ നിന്ന് 3 ഈക്വൽ ടു 4a എന്ന് കിട്ടും. ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x മൈനസ് 5 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4a വാല്യൂ 3 അല്ലേ, 3y. x മൈനസ് 5 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3y. ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ദ ഫോക്കൈ ഓഫ് ദ എലിപ്സ് x²/49 പ്ലസ് y²/24 ഈക്വൽ ടു 1. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് എലിപ്സ് ആണ്. സെന്റർ 0 0 ആയിട്ടുള്ള എലിപ്സ് ആണ്. അപ്പൊ a² 49 b² 24 എങ്കിൽ c² കാണുന്ന ഫോർമുല a² മൈനസ് b² 49 24 25 c എന്താണ് 5. ഫോക്കൈ കാണുന്ന ഫോർമുല പ്ലസ് ഓർ മൈനസ് c, 0 പ്ലസ് ഓർ മൈനസ് 5, 0 മൈനസ് 5, 0. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൂടെ നമുക്ക് നോക്കാം. ദ ലൈൻ y ഈക്വൽ ടു 5x പ്ലസ് 7 ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ joining these 2 points, then value of k. നമുക്കറിയാം ഒന്നാമത്തെ ലൈനിന്റെ സ്ലോപ്പ് y ഈക്വൽ ടു mx പ്ലസ് e, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് സ്ലോപ്പ്. അപ്പൊ m1 എന്ന് പറയുന്ന 5. രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് കാണാൻ 2 പോയിന്റ് തന്നിട്ടുണ്ട്. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. 12 മൈനസ് y2 മൈനസ് y1 അല്ലേ, 12 മൈനസ് y2 k മൈനസ് 12 ഡിവൈഡഡ് ബൈ 12 മൈനസ് 2 10 എന്ന് കിട്ടും. ഇത് രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ്, ഇത് ആദ്യത്തെ ലൈനിന്റെ സ്ലോപ്പ്. രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആണെങ്കിൽ m1 ഇൻറ്റു m2 മൈനസ് 1, പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് മൈനസ് 1. അതായത് 5 ഇൻറ്റു ദിസ് 1 ഈക്വൽ ടു മൈനസ് 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ k മൈനസ് 12 ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടും. k ഈക്വൽ ടു എന്ന് കിട്ടും 10. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, വീണ്ടും നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ. ദ സെന്റർ ഓഫ് ദ ഹൈപ്പർബോള. ഈ ഹൈപ്പർബോളയുടെ സെന്റർ കാണുക. നമുക്കറിയാം ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ x²/s² മൈനസ് y²/b² ഈക്വൽ ടു 1. ആ ഹൈപ്പർബോളയുടെ സെന്റർ 0 0. ഇവിടെ 0 0 അല്ലാത്ത ഒരു ഹൈപ്പർബോള ജനറൽ ഇക്വേഷൻ തന്നാൽ എങ്ങനെ കണ്ടെത്താം? ഒരു ഹൈപ്പർബോള അല്ലെങ്കിൽ എലിപ്സിന്റെ ഇക്വേഷൻ ഈ ഫോമാറ്റിലാണെങ്കിൽ ax² പ്ലസ് by² പ്ലസ് cx പ്ലസ് dy പ്ലസ് e ഈക്വൽ ടു 0 എന്ന ഫോർമുലാണെങ്കിൽ ഹൈപ്പർബോളയായാലും എലിപ്സ് ആയാലും സെന്റർ കാണാനുള്ള ഷോർട്ട് കട്ട് -c/2a, -d/2b. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ a എന്ന് പറഞ്ഞാൽ 16, b എന്ന് പറഞ്ഞാൽ -4, c 64, d എത്രയാണ് -24, e എന്ന് പറയുന്നത് -36. ഇവിടെ കൊടുക്കുക -c/2a -64/2a 32. അതുപോലെ -d പ്ലസ് 24/2b -8. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -2, -3. -2, ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം, അല്ലാതെ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയും ചെയ്യാം. ഈ ഹൈപ്പർബോളയുടെ എലിപ്സിന്റെ ജനറൽ ഇക്വേഷനും അതിന്റെ പ്രോപ്പർട്ടീസും നമ്മൾ ചെയ്തിട്ടുണ്ട്. കീം സ്പെഷ്യൽ വീഡിയോസ് എന്ന പ്ലേലിസ്റ്റിനകത്ത് ആ ക്ലാസ് കാണുവാൻ സാധിക്കും. അടുത്ത വീണ്ടും NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ. ദ ഫോക്കസ് ഓഫ് ദ പരാബോള y² പ്ലസ് 4y മൈനസ് 8x പ്ലസ് 20 ഈക്വൽ ടു 0. y² ഈക്വൽ ടു 4x സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, അത് നമുക്കറിയാം. പെർപെക്സും ഫോക്കസും കാണാൻ ഇപ്പോൾ അങ്ങനെയല്ല, ജനറൽ ഇക്വേഷൻ തന്നു. അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലോട്ട് കൺവെർട്ട് ചെയ്യണം. അതിനുവേണ്ടി y², ഈ y-യുടെ ടേം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. y-യുടെ ടേം ഒരുമിച്ച് എഴുതുക. y² പ്ലസ് 4y ഈക്വൽ ടു, ഇത് റൈറ്റ് സൈഡ് എഴുതുക, 8x മൈനസ് 20. ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ y-യുടെ കോഎഫിഷ്യന്റെ പകുതി എടുക്കുക, അതിനെ സ്ക്വയർ ചെയ്ത് കിട്ടുന്ന ടേം ആഡ് ചെയ്യുക. y² പ്ലസ് 4y അതുപോലെ 4ന്റെ പകുതി 2, 2ന്റെ സ്ക്വയർ 4. ലെഫ്റ്റ് സൈഡിലും കൂട്ടി റൈറ്റ് സൈഡിലും ആഡ് ചെയ്തു. വിലയ്ക്ക് വ്യത്യാസമില്ല. ലെഫ്റ്റ് സൈഡിലുള്ളത് എങ്ങനെ എഴുതാം? y പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഈക്വൽ ടു, ഇവിടെ 8 കോമൺ ആയിട്ട് എടുത്താൽ 8 ഇൻറ്റു x മൈനസ് 2. ഈ y പ്ലസ് 2വിന് ക്യാപിറ്റൽ y എന്ന് കൊടുത്താൽ y² ഈക്വൽ ടു x മൈനസ് 2വിന് ക്യാപിറ്റൽ x എന്ന് കൊടുത്താൽ 8x. y² ഈക്വൽ ടു 8x. കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോം y² ഈക്വൽ ടു 4ax. 4a 8, a എന്താണ് 2. അപ്പോൾ ഈ പരാബോളയുടെ ഫോക്കസ് എന്താണ്? ഈ ഫോമാറ്റിലാണെങ്കിൽ ഫോക്കസ് എന്താണ്? a, 0. അപ്പോൾ ഫോക്കസ് a, 0 പറഞ്ഞാൽ ഫോക്കസ് 2, 0. എന്നാൽ ഇവിടുത്തെ x കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ പ്ലേസിൽ x മൈനസ് 2 എന്ന് കൊടുക്കുക. അതായത് x മൈനസ് 2 ഈക്വൽ ടു എന്താണ്? 2. x മൈനസ് 2 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു എന്ത് കിട്ടും? 4. അതുപോലെ y കോർഡിനേറ്റ് y പ്ലസ് 2. y പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0. y ഈക്വൽ ടു -2. സോ ഫോക്കസ് x, y 4, -2 എന്ന് കിട്ടും. ഇതും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ നമ്മുടെ സിലബസിലുള്ള ക്വസ്റ്റ്യൻ. ഫോർ എ ഹൈപ്പർബോള
the vertices are 6, 0, minus 6, 0. If the foci are 2 root 2, 10, 0 and minus 2 root 10, 0, then equation of the hyperbola. Vertices എന്ന് പറഞ്ഞാൽ a, 0 മൈനസ് a, 0. അപ്പോൾ a എന്ന് പറഞ്ഞാൽ 6, ഫോക്കൈ എന്ന് പറഞ്ഞാൽ c, 0 മൈനസ് c, 0. അപ്പോൾ c എന്ന് പറഞ്ഞാൽ 2 root 10. c സ്ക്വയർ ഈക്വൽ ടു s സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഹൈപ്പർബോളയ്ക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിൽ നിന്ന് b സ്ക്വയർ എന്താണ്? c സ്ക്വയർ മൈനസ് a സ്ക്വയർ. c സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 into 10, 40 minus 36, 4. x square by s square minus y square by b square equal to 1, which is the equation of the hyperbola. Values കൊടുക്കുക. x square by s square 36 minus y square by 4 equal to 1, which is the correct answer. ഏതാണ്? ഓക്കെ, പേജ് ഒന്ന് മാറിപ്പോയി, കുഴപ്പമില്ല. സോ എന്താണ് 118ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ? x സ്ക്വയർ ബൈ 36 മൈനസ് y സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1. ഓക്കെ, അല്ലെ? ഓപ്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ആൻസർ ഇതാണ്, നിങ്ങൾ നോക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. കോണിക് സെക്ഷൻ, പ്രോബബിലിറ്റി, ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കോണിക് സെക്ഷന് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പഠിക്കുക. ടെക്സ്റ്റിലുള്ളതും ടെക്സ്റ്റിലില്ലാത്തതും ചോദിക്കും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. പ്രോബബിലിറ്റിയിൽ നിന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. ഈ വർഷവും അത്തരത്തിലാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലംസുമായി വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.